വ്യാപക പ്രതിഷേധം ഇന്ന് ആചരിക്കുകയാണ്. നമ്മൾ കണ്ണൂരിലെ പ്രതിഷേധ പ്രകടനം കണ്ടു. തൃശൂരിൽ BJPയുടെ മാർച്ചിന് പ്രവർത്തകരെല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് എങ്ങും അലയടിക്കുന്നത്. നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊല്ലം നഗരത്തിൽ BJPയുടെ പ്രതിഷേധ പ്രകടനം പുരോഗമിക്കുകയാണ്. BJP സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി, കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, സംസ്ഥാന വ്യാപകമായി BJPയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. കൊല്ലം നഗരത്തിൽ പ്രതിഷേധം ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, ശക്തമായ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനമൊട്ടാകെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കൊല്ലം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ തുടരുന്നത്. ഇതിൽ തന്നെ BJPയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള കേണൽ എസ് ഡിന്നി, അതോടൊപ്പം ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ആ ഒരു അതിക്രമവും അക്രമവും അതോടൊപ്പം തന്നെ പോലീസിന്റെ നരനായാട്ടിനുമെതിരെയാണ് ഈ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച, അതോടൊപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള CPMന്റെ നേതൃത്വത്തിലടക്കം നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം കേരള ജനത കണ്ടതാണ്. അതോടൊപ്പം തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ച BJPയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്ക് പോലീസ് ലാത്തിക്കടിക്കുന്നതടക്കം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ ക്രൂരമായ അതിക്രമം BJP നേതാക്കൾക്ക് നേരെ ഉണ്ടാകുന്നു. BJPയുടെ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിനും നേരെ ഉണ്ടാകുന്നു. അതിൽ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇനിയും ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെയാണ് BJPയുടെ നേതാക്കൾ പറയുന്നത്. കാരണം കുറേയധികമായി തന്നെ ഈ ആരോപണങ്ങളുമായി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുടർന്നു വരികയാണ്. അത് തൃശ്ശൂരിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായിട്ടുള്ള LDFന്റെ നേതൃത്വത്തിൽ, ഈ CPMന്റെ നേതൃത്വത്തിലൊക്കെ അതിക്രമങ്ങൾ തുടരുന്നു. അതിന് ഒരു അറുതി വരുത്തണമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സമയം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന BJPയുടെ പ്രതിഷേധങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഭരണകൂട പിന്തുണ ഈ CPMന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. CPMന്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ പോലീസിന്റെ പിന്തുണ ലഭിക്കുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് BJP നേതാക്കളെ അടക്കം തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അതിൽ മാറ്റം വരണം, അതിനെതിരെ തങ്ങൾ പ്രതികരിക്കുമെന്നുള്ളത് തന്നെയാണ് BJP ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി എല്ലാ നഗരങ്ങളിലും BJPയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്കാണ് പോലീസ് ലാത്തിക്കടിച്ചത്. ഒരു പ്രകോപനവും കൂടാതെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരു BJPയുടെ നേതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന, മറ്റു പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓഫീസുകളടക്കം അടിച്ചു തകർക്കുന്ന, കരിയോയിലൊഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഈ തങ്ങൾ പരാജയപ്പെട്ടതിനെ ആ ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന CPMനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തും ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. ഇപ്പോൾ കൊല്ലം ചിന്നക്കടയിൽ ആണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ BJPയുടെ നേതാക്കൾ, ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ചിന്നക്കട ബസ് വേയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെത്തിയിട്ടുള്ളത്. ശരി മനോജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. കൊല്ലം നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും ആണ് നമ്മൾ കണ്ടത്. BJP സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി, കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് എന്നിവർ പങ്കെടുക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. BJP ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും പ്രതിഷേധിച്ചാണ് BJPയുടെ മാർച്ച്. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ഖജനാവില് ഒരു രൂപ പോലും ഇല്ലാത്ത സാഹചര്യം. ഓണം വരാൻ പോകുമ്പോ പട്ടിണി കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് മലയാളികൾ പോകുമ്പോൾ ഇതിനെ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലെ ശ്രീ സുരേഷ് ഗോപി എംപിയുടെ ഓഫീസ് ആക്രമിക്കാനാണ് CPM-ന്റെ അന്തം കമ്മിക്കൂട്ടം ശ്രമിച്ചിരിക്കുന്നത്. അവരെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പോരാടാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഓലപ്പിപ്പി കാട്ടി പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇമാതിരി ഓലപ്പിപ്പി കൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ പ്രതിഷേധ പരിപാടി ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ എസ് പ്രശാന്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ VS ജിതിൻ ദേവ്, പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ കേണൽ S ഡിന്നി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രകാശ് പാപ്പാടി, ശ്രീ ഇടവട്ടം വിനോദ്, OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഓലയിൽ ബാബു, പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ AG ശ്രീകുമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ ശൈലേന്ദ്ര ബാബു, ശ്രീ ബൈജു കൂനമ്പായിക്കുളം, ശ്രീ അഡ്വക്കേറ്റ് വേണുഗോപാൽ, ശ്രീ രാജൻ പിള്ള, സുഗന്ധി അടക്കമുള്ള ബഹുമാനരായ സഹപ്രവർത്തകരെ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി, നമുക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 10 വർഷക്കാലം പിന്നിടുമ്പോൾ കേരളത്തിന്റെ സമസ്ത മേഖലയും മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യം.